അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ വീടിനെ കുറിച്ച് അവസാനമായിട്ടൊരു വീഡിയോ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങുമ്പോഴുള്ള കട്ടളവപ്പിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് വീടിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂറായിട്ട് നമ്മുടെ ഫുള്ള് വർക്കൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ താമസമൊക്കെ തുടങ്ങി. അപ്പം അത്യാവശ്യം വർക്കെല്ലാം കഴിഞ്ഞ് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വീടിന് ഉൾവശമൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു ഹോം ടൂറ് പോലെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീടിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് മതിൽ നമ്മൾ ചെറിയൊരു വീട്ടിൽ അവിടെ ഒരു ടൈലിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ സെയിം ഡിസൈൻ നമ്മൾ മതിലിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇടവിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഗേറ്റിനുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കാർപോച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കുറച്ച് മെറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർലോക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം വണ്ടിയൊക്കെ ഇറങ്ങുന്നതായതുകൊണ്ട് നമ്മൾ ചെളി കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് അമ്മയാണെങ്കിൽ കുറച്ച് ചെടിയൊക്കെ വെച്ച് വിട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ വീടിൻ്റെ ബാക്ക് വശം. അപ്പോൾ ഇവിടെ ഈ ഒരു ഷെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി തുടങ്ങിയ ടൈമിൽ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു ഷെഡാണ്. ഇതാണ് വർക്ക് ഏരിയയുടെ ഡോറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ആ ബാത്റൂം ഞാൻ ഉള്ളിൽ നിന്ന് വരുമ്പോൾ കാണിച്ചു തരാം. അതിന് പുറത്തും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്, അതാണിത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കിണറുണ്ട്. കിണർ കുഴിച്ചതിന് ശേഷം ഇതുവരെ ഇറക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരിക്കലും വെള്ളം അങ്ങനെ വറ്റാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വെള്ളം ഇങ്ങനെ മേളിൽ കിടക്കുക. കുറച്ചൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് വീണ്ടും മഴ പെയ്ത് അപ്പം തന്നെ വെള്ളം കൂടുന്നുണ്ട്. ഇത് ആ ഫ്രണ്ട് വശത്തുനിന്ന് വരുമ്പോൾ ഉള്ള നമ്മുടെ എൻട്രൻസിൻ്റെ സൈഡ് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ഈസ്റ്റ് ഫേസിങ് ആയിട്ടാണ് സ്റ്റെപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് നേരെ ഈ സൈഡിൽ ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് പോകാനായിട്ട്. മെയിൻ ഗേറ്റ് ഇതോ അവിടെയാണ്. ഇത് നമ്മുടെ കാറല്ല, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കാറാണ്. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാർപോച്ചിൽ കൊണ്ട് ഇട്ടേക്കുവാണ്. നമ്മുടെ വണ്ടി ഇത് ഇവിടെ ഉണ്ട്. നമ്മൾ വീടിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഡയറക്റ്റ് കാണുന്ന ഒരു സെമി സർക്കിൾ ഷേപ്പിലുള്ളൊരു സ്റ്റെയർ കേസാണ് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ബാക്ക് വശത്തായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെയല്ല പ്ലാൻ ചെയ്തിരുന്നത്, പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഡൈനിങ് ടേബിൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ആ ഒരു വശത്തായിട്ട് ഇടാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഡൈനിങ് ടേബിൾ ഇവിടെ ആയിട്ട് ഇട്ടത്. ഇപ്പോൾ ഡൈനിങ് ടേബിളും അവിടെ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. സിങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒരു ടേബിൾ ടോപ്പാക്കി വിട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഷെൽഫൊന്നും അടിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ യേശുവിൻ്റെ രൂപമൊക്കെ താഴെ വെച്ചേക്കുന്നത്. അതുപോലെ ടി വിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ടേബിളിൽ വെച്ച് വിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് മെയിൻ വാതിലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. ഹോള് വന്നേക്കുന്നത് എൽ ഷേപ്പിലാണ്. ഒരു സൈഡിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സോഫയുടെ സൈഡിലായിട്ട് തന്നെ കിച്ചണിൻ്റെ വ്യൂ ആയിട്ട് ഒരു 3 റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 LED കൊടുത്തിട്ടുണ്ട്. LED ഒക്കെ അടിച്ച് പോയി ബ്ലാക്ക് കളർ അടിച്ച് കിടക്കുകയാണ്. അപ്പം നമ്മുടെ ഡോറിന് നേരെ തൊട്ട് സൈഡിലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് റൂം വന്നിരിക്കുന്നത്. അപ്പോൾ ആ റൂമിലേക്ക് കയറാം. റൂമിൽ വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ടൈലിട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇതൊരു പഴയ കട്ടിലായിരുന്നു, അതിവിടെ കൊണ്ടിട്ടുണ്ട്. അമ്മ കിടക്കുന്ന റൂമാണ്. അപ്പോൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെയാണ് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട് ബാത്റൂമിന് ഉൾവശം ഇങ്ങനെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്സർ നമ്മൾ ചൂടുവെള്ളവും തണുത്തുവെള്ളവും വരുന്ന രീതിക്ക് മിക്സറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു മിററും പിന്നെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ മൊത്തം 3 ബെഡ്റൂമാണുള്ളത്. അതിൽ ഇതിന് തൊട്ട് മേളിൽ തന്നെ നേരെ മേളിൽ തന്നെ ഒരു ബെഡ്റൂമുണ്ട്. അതും ഇതേ സെയിം ഡിസൈനിൽ തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ ചെറിയൊരു ഡിഫറൻസ് വന്നേക്കുന്നത്. അത് നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നതിന് നേരെ സൈഡിലായിട്ടാണ് കേട്ടോ കിച്ചൺ. കിച്ചണിൽ നേരെ കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരു ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഡോറ് നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഗ്ലാസും പിന്നെ തടിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. കാണിച്ചു തരാം. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം കിച്ചണിൽ നമ്മൾ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട്. സ്ലാബിൽ അതേ ഇവിടെയായിട്ടാണ് സിങ്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടില്ല, ഗ്രാനൈറ്റ് നമ്മൾ മുറിച്ചിട്ടില്ല. ഇവിടെ ഇലക്ട്രിക് അടുപ്പിനുള്ളൊരു
സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി സ്ലാബിൽ ഹോളിട്ടിട്ടുണ്ട്, നമ്മൾ ഗ്രാനൈറ്റ് മുറിച്ചിട്ടില്ല. സാധനങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഷെൽഫും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് വേറൊരു വർക്ക് ഏരിയയും പിന്നെ ഞാൻ ആദ്യം കാണിച്ചിരുന്നൊരു ബാത്റൂമും ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ കിച്ചണായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ്. ഗ്യാസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു സിങ്കുണ്ട്. പിന്നെ ഇവിടെയായിട്ട് അരകല്ലും പിന്നെ പുകയില്ലാത്ത അടുപ്പ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ആ പുറത്തുനിന്ന് ഞാൻ കാണിച്ചിരുന്നൊരു ബാത്റൂം വരുന്നത്. ഇത് ഇന്ത്യൻ ക്ലോസറ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ടൈലിൻ്റെ ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അഡീഷണൽ ഒരു ഫ്ലഷ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ആ പുറത്തുനിന്ന് കാണിച്ച ഡോറ്. നമുക്ക് 2 രീതിയിൽ നമുക്ക് ഈ ടോയ്ലറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളിനി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് ഒരു സെമി സർക്കിൾ ഷേപ്പിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് നമ്മൾ ആ കിച്ചണിലെ സ്ലാബിൽ കൊടുത്തിരിക്കുന്ന സെയിം ഗ്രാനൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് വശത്തായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മൾ ഫ്ലോറിലിട്ടേക്കുന്ന ഒരു വൈറ്റ് ടൈലുണ്ട്. ആ സെയിം ടൈലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാനൈറ്റ് നമ്മൾ ഏകദേശം എല്ലായിടത്തും ഒരു ബോർഡർ ആയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം വാതിലിൽ കയറുന്ന സ്ഥലത്തല്ല, ഞാൻ അടുത്ത ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ അത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ മുകളിൽ കയറി ഇവിടെ തുണിയൊക്കെ ഉണക്കാനിട്ടൊക്കെയാണ്, മഴയൊക്കെ ആയതിൻ്റെ അകത്താണ് ഇടുന്നത്. അപ്പോൾ താഴത്തെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഈ ഒരു നമ്മൾ താഴെ സിറ്റൗട്ടിൽ നിന്ന് കയറിയ പോലെ തന്നെ ഇവിടെ വലിയ ഡോറ് കൊടുത്തേക്കുന്നത് ബാൽക്കണിക്കാണ്. ബാൽക്കണിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ തന്നെ തൊട്ട് സൈഡിലാണ് നമുക്ക് മുകളിലത്തെ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിലത്തെ ഒരു ബെഡ്റൂം അതെ ഇങ്ങനെയാണ്. ഞാൻ താഴത്തെ പോലെ തന്നെയാണ്, ഒരു ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാഗും സാധനങ്ങളൊക്കെ തറയിലാണ് വെച്ചേക്കുന്നത്. ഈ ഒരു റൂമിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റൂഫ് കുറച്ച് പൊക്കമുണ്ട്. അത് ടെറസ് കുറച്ച് പൊക്കിയെടുത്തേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റൂമിന് മാത്രമായിട്ട് ഇങ്ങനെ ഇത്തിരി പൊക്കമുള്ളത്. ബാത്റൂമൊക്കെ അതേപോലെ തന്നെയാണ്, താഴത്തെ പോലെ തന്നെയാണ്. ഒരു വ്യത്യാസവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, സെയിം തന്നെയാണ്. അതുപോലെ നമ്മുടെ താഴത്തെ കിച്ചൻ്റെ നേരെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ബെഡ്റൂമിൻ്റെ ഷേപ്പിലും കാര്യത്തിലും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം ഇതിപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല, വെറുതെ കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതെല്ലാം നമ്മളിവിടെ കൊണ്ടിട്ടേക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബാത്റൂം വന്നേക്കുന്ന റൂമിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഉള്ളും വ്യത്യാസമുണ്ട്. മറ്റേ ബാത്റൂം വെച്ച് നോക്കുമ്പോൾ കുറച്ച് നീളം പറഞ്ഞിട്ട് കുറച്ച് വീതി കൂടിയിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ. പക്ഷേ ടൈലും അതുപോലെ തന്നെ ഈ വാഷ് ബേസിൻ, സിങ്ക്, ഈ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഉള്ളത് ബാൽക്കണിയാണ്. ബാൽക്കണി തുറക്കട്ടെ. ബാൽക്കണി നമ്മൾ തുറന്നിട്ട് കുറച്ച് ദിവസമായി. അമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ. ഞാൻ ബാംഗ്ലൂരിലായിരുന്നുകൊണ്ട് വീട്ടിൽ ഇപ്പോഴാണ് നേരെ ഒന്ന് വന്ന് നിൽക്കാൻ തന്നെ പറ്റുന്നത്. അപ്പം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ബാൽക്കണിയെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒന്ന് എല്ലാം വൃത്തികേടായിട്ട് കിടക്കും. ഇവിടെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ കിളികൾക്കൊക്കെ കയറി വരാൻ പറ്റും. അങ്ങനെ കുറേ കിളികൾ കുറേ സാധിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഇത്രയും നേരം മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. ഇത് ക്രിസ്മസിന് സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇടാൻ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ പറക്കി സൈഡിലോട്ട് വെച്ചാണ് കേട്ടോ. ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പുറത്തൊരു വീടുണ്ട്. പിന്നെ ഇവിടെ ഒരു പുതിയ വീട് പണിയുന്നുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ റോഡ്. അത് നേരെ ഒരു വയലിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ താഴെ നിന്ന് കാണിച്ചു തന്ന ചെറിയ ഗേറ്റുണ്ട്. പിന്നെ ഇവിടെ ബാക്കിലൊരു വീടുണ്ട്, അതിലോട്ട് പോകുന്നൊരു വഴിയാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഗേറ്റ്, നമ്മളൊരു മതിലിൽ ആ ഒരു ഡിസൈൻ കണ്ടില്ലായിരുന്നു? ആ ഒരു ഡിസൈൻ ടൈലിത് ഈ ഒരു ഭിത്തിയിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതേ ഡിസൈൻ തന്നെ നമ്മൾ ഇവിടുത്തെ പില്ലറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണിയിലെ 2 പില്ലറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ ബാക്കിലൂടെയാണ് കേട്ടോ നമ്മൾ ടെറസിൽ പോകാനുള്ളൊരു വഴി. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ ആ താഴത്തെ വർക്ക് ഏരിയയുടെ മേളിലായിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇവിടെ. ഇത് ടെറസിൽ പോകാനായിട്ട് ഇത് ഇങ്ങനെയാണ് വഴി കൊടുത്തേക്കുന്നത്. മഴ ചാറുന്നുണ്ട്. ഇതാണ് കേട്ടോ ടെറസ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ടാങ്ക് വെച്ചേക്കുന്നത്. ഞാൻ ഒരു റൂമിൻ്റെ റൂഫ് ഇത്തിരി പൊക്കത്തിലാന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ. അതുകൊണ്ടാണ് അവിടെ ഇത്തിരി പൊങ്ങി വന്നത്.
അതുപോലെ തന്നെ ഇത് ബാൽക്കണിയുടെ മേൽവശമാണ്. ഇപ്പോൾ ഇവിടെ ഷീറ്റ് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും ഗ്ലാസ് ആണ് വരുന്നത്. നമ്മൾ ഗ്ലാസ് വാങ്ങാനുള്ള ഒരു സാഹചര്യത്തിലല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഷീറ്റ് തൽക്കാലം അധികം മറ്റേ ഷെഡ് അടിക്കാൻ നേരമുള്ള അധികം വന്ന ഷീറ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മളപ്പോൾ തിരിച്ച് റൂമിൽ വന്നു കേട്ടോ. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. മഴ നന്നായിട്ട് ചാറിയപ്പോഴാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ ചെയ്തിട്ട് വേറെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിടുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.